ദിവസേന ഉണ്ടാവുന്ന ഗതാഗതക്കുരുക്ക് മൂലം ദുരിതത്തിലായി നാട്ടുകാരും യാത്രക്കാരും. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ മുക്കം അഗസ്ത്യമൊഴി അങ്ങാടിയിലാണ് വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ യാത്രക്കാർക്ക് മൊത്തം ബുദ്ധിമുട്ടാണ്, ബസ്സുകാർക്കും ബുദ്ധിമുട്ടാണ്, ഓട്ടോക്കാർക്ക് ബുദ്ധിമുട്ടാണ്, കച്ചവടക്കാർക്ക് ബുദ്ധിമുട്ടാണ്. ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തേണ്ടതാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അഗസ്ത്യമൊഴി അങ്ങാടിയിൽ ദിവസവും ഉണ്ടാവുന്ന ഗതാഗതക്കുരുക്ക് മൂലമാണ് നാട്ടുകാരും യാത്രക്കാരും പ്രയാസപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ മുതൽ രാത്രി വരെ കിലോമീറ്ററുകളോളം ദൂരമാണ് ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ഇതോടെ നാട്ടുകാർക്ക് വാഹനങ്ങളുമായി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇതുവഴി വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുകയാണ്. ഇതുമൂലം ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അഗസ്ത്യമൊഴിയിൽ പ്രവർത്തിക്കുന്ന അഗ്നിരക്ഷാ നിലയത്തിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിന് പോകേണ്ട വാഹനങ്ങൾക്കും ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് രോഗികളുമായി പോകാൻ കഴിയാത്ത അവസ്ഥയുമാണുള്ളത്. ഗതാഗതക്കുരുക്ക് മൂലം അഗസ്ത്യമൊഴിയിലെ കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ലാതെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടമില്ലാതെയും പ്രയാസപ്പെടുകയാണെന്നും ഇവർ പറയുന്നു. ഇവിടെ ഡെയിലി ബ്ലോക്കാണ്. ഇവിടുത്തെ ബ്ലോക്ക് രാവിലെ തുടങ്ങും. രാവിലെ തുടങ്ങി രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. കാര്യമായിട്ട് ഇവിടെ ഈ ആൽമരാണ് പ്രശ്നം. പിന്നെ വ്യാപാരികളൊക്കെ വളരെ പ്രതിസന്ധിയിലാണ്, കച്ചവടങ്ങളൊന്നുമില്ല. ആദ്യകാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവിടെ വണ്ടി നിർത്തി ചായ കുടിക്കാനൊക്കെ ആൾക്കാർ ഇപ്പോൾ ആൾക്ക് വളരെ പ്രതിസന്ധിയിലാണ്. രാവിലെ തുടങ്ങുന്ന ബ്ലോക്ക് രാത്രി 8 മണി വരെ ബ്ലോക്കാണ്. പിന്നെ ഒരു പരിഹാരം കാണണമെന്നാണ്, എത്രയും പെട്ടെന്ന് കാണണം. അപകടങ്ങളും ഇവിടെ ഫയർ സ്റ്റേഷന്, പോലീസ് സ്റ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു വണ്ടി പോകാൻ വളരെ ഇതാണ്. പിന്നെ നാട്ടുകാരെ കടപെട്ട് ഇറങ്ങി തിരിച്ചാണ് ഈ പ്രതിസന്ധി തീർക്കുന്നത്. അതും വളരെ ബുദ്ധിമുട്ടുള്ള കാരണം തന്നെയാണ്. ഇപ്പോൾ നല്ല ബ്ലോക്കാണ് ഇവിടെ. ഒരു 30 രൂപേന്റെ ഓട്ടം പോകാൻ ഇറങ്ങാറാ. ഈ ഡീസൽ തീർന്നു പോകും, അത്രേ ഉള്ളൂ. ബ്ലോക്കർ 9 ബ്ലോക്കാണ്. ഈ മരാണ് ഏറ്റവും ഈ അസ്തംബയ്ക്ക് ഏറ്റവും ശാപം. അത് മാറ്റിയാലേ തന്നെ ഇത്രയും ബ്ലോക്ക് മാറുള്ളൂ. ഒരു വീട്ടിൽ തന്നെ നിരന്തരം 5-6 വണ്ടിയുള്ള ഓരോ വീടുകളുണ്ട്. തന്നെ നിരന്തരം ഒരു വീട്ടിൽ തന്നെ 4-5 വണ്ടി പുറത്തിറങ്ങുമ്പോഴുള്ള ടൈറ്റിംഗ് കൂടി. അപ്പോൾ ഈ മരം മുറിച്ചാൽ മാത്രമേ ഈ തിരക്ക് നമുക്ക് മാറ്റാൻ സാധിക്കൂ. ഗതാഗതക്കുരുക്ക് മൂലം ബസ്സുകൾ വൈകിയെത്തുന്നതും വഴിതിരിച്ചു വിടുന്നതും സ്ത്രീകളും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. ഇവർക്ക് ജോലിസ്ഥലത്തും വിദ്യാലയങ്ങളിലും തിരിച്ച് വീട്ടിലും എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഒരു 15 മിനിറ്റോളായി ബസ്സിന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ബ്ലോക്ക് കൊണ്ട് ഈ അഗസ്ത്യമൊഴി ഇടക്കിടക്ക് ബ്ലോക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ബസ് ചിലപ്പോൾ മുക്കത്തിന് റൂട്ട് മാറ്റി മാമ്പത്തെ വഴിയായിരിക്കും പോകുന്നത്. അഗസ്ത്യമൊഴി നിൽക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി വരും. ചിലപ്പോൾ എമർജൻസി ആയിട്ട് പോകേണ്ട കേസിലൊക്കെ വരുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ അഗസ്ത്യമൊഴി ബ്ലോക്കിന് എന്തെങ്കിലും ഒരു പ്രതിവിധി വേണം. സംസ്ഥാന പാതയ്ക്ക് നടുക്കുള്ള മരം മുറിച്ചു മാറ്റി റോഡ് വീതി കൂട്ടിയോ ബദൽ ബൈപ്പാസോ ഫ്ലൈ ഓവറോ നിർമ്മിച്ച് ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബ്ലോക്ക് ഇത് സ്ഥിരം കാഴ്ചയാണ്. മണിക്കൂറുകളോളം കഴിയും. മുക്കത്ത് നിങ്ങൾ വരുമ്പോൾ ഇന്നത്തൊക്കെ രാവിലെ PC ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ തന്നെ മാമ്പറ്റ കഴിഞ്ഞു. എന്നും ഇതാണ് സ്ഥിതി. പോലീസ് നിയന്ത്രിക്കാനില്ലെങ്കിലും ആൽമരൊക്കെ ഒഴിവാക്കിങ്ങാട്ട് എന്തെങ്കിലും ഒരു പുതിയ പരിഹാരം കണ്ടെത്താന്നുള്ളേ ഉള്ളൂ. CTV പ്രാദേശിക വാർത്ത മുക്കം.